Hi friends, welcome to CSCB Dreams. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഓപ്പറേറ്റീവ് ലോയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 50 റൂളുകളും സെക്ഷൻ ചാപ്റ്റർ 7 പ്രോപ്പർട്ടീസ് ആൻഡ് ഫണ്ട്സ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന ഭാഗവുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസുകളുമാണ്. KCS റൂൾസിൽ ആദ്യത്തെ 50 റൂളുകളെ കുറിച്ചുള്ള വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സിക്യൂഷൻ പ്രൊസീഡിങ്സ് അണ്ടർ ദ റവന്യൂ റിക്കവറി ആക്ട്. റവന്യൂ റിക്കവറി ആക്ട് പ്രകാരമുള്ള എക്സിക്യൂഷൻ നടപടികളെക്കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 73. ഓഡിറ്റ് റൂൾ 64. ഇഷ്യൂ സർട്ടിഫിക്കറ്റ് അണ്ടർ സെക്ഷൻ 76. സെക്ഷൻ 76 പ്രകാരം സർട്ടിഫിക്കറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട റൂളാണ് റൂൾ 72. ക്വാളിഫിക്കേഷൻ ഓഫ് ഓഡിറ്റർ. ഓഡിറ്ററിൻ്റെ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 64A. ആപ്ലിക്കേഷൻ ഫോർ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ചാർജ് നടപ്പിലാക്കുന്നതിനുള്ള അപേക്ഷ റൂൾ 71. ഓഡിറ്റ് റിപ്പോർട്ട് റൂൾ 64B. ഡിസ്പോസൽ ഓഫ് റെക്കോർഡ്സ് ഓഫ് എ സൊസൈറ്റി ഓർഡർഡ് ടു ബി വൗണ്ട് അപ്പ്. അതായത് വൗണ്ട് അപ്പ് ചെയ്യാൻ ഓർഡർ ഇട്ടിരിക്കുന്ന സൊസൈറ്റിയുടെ രേഖകൾ ഡിസ്പോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട റൂളാണ് റൂൾ 70. ലേവി ഓഫ് ഓഡിറ്റ് ഫീസ് റൂൾ 65. പ്രൊസീജിയർ ടു ബി അഡോപ്റ്റഡ് ബൈ ലിക്വിഡേറ്റർ. ലിക്വിഡേറ്റർ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 69. പ്രൊസീജിയർ ഫോർ ദ കണ്ടക്ട് ഓഫ് ഇൻക്വയറി ആൻഡ് ഇൻസ്പെക്ഷൻ. ഇൻക്വയറിയും ഇൻസ്പെക്ഷനും ഒക്കെ നടത്തുന്ന നടപടിക്രമത്തെക്കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 66. മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ഓർഡേഴ്സ് ആൻഡ് ഡിസിഷൻസ് ഡിസൈഡിംഗ് ഡിസ്പ്യൂട്ട്സ്. തർക്കങ്ങൾ തീരുമാനിക്കുന്ന ഉത്തരവുകളുടെയും തീരുമാനങ്ങളുടെയും ആശയവിനിമയ രീതിയെക്കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 68. ഇൻക്വയറി ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് വിജിലൻസ് ഓഫീസർ. വിജിലൻസ് ഓഫീസറുടെ ഇൻക്വയറിയും ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ട റൂളാണ് റൂൾ 66A. പ്രൊസീജിയർ ഫോർ അപ്പോയിൻമെൻറ്റ് ഓഫ് നോമിനീസ് ആൻഡ് ദ റിമൂവൽ ഫ്രം ദ കമ്മിറ്റി ഓഫ് ദ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ കമ്മിറ്റിയിലേക്ക് നോമിനികളെ നിയമിക്കുന്നതിനും അവരെ കമ്മിറ്റിയിൽ നിന്ന് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 37. പേയ്മെൻറ്റ് ഓഫ് റെമ്യൂണറേഷൻ ടു കമ്മിറ്റി മെമ്പേഴ്സ് ഓഫ് ദ സൊസൈറ്റീസ്. ഒരു സൊസൈറ്റിയിലെ കമ്മിറ്റി അംഗങ്ങൾക്ക് പ്രതിഫലം നൽകുന്നതുമായി ബന്ധപ്പെട്ട റൂളാണ് റൂൾ 49. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കമ്മിറ്റി, റെസിഗ്നേഷൻ ആൻഡ് റിമൂവൽ ഫ്രം മെമ്പർഷിപ്പ്. കമ്മിറ്റിയുടെ രൂപീകരണം, രാജി, അംഗത്വത്തിൽ നിന്ന് നീക്കം ചെയ്യൽ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന റൂളാണ് റൂൾ 38. പ്രൊഹിബിഷൻ എഗെയിൻസ്റ്റ് ബീൻ ഇൻട്രസ്റ്റഡ് ഇൻ കോൺട്രാക്ട് എക്സെട്ര. കരാറിൽ താൽപ്പര്യം കാണിക്കുന്നതിനെതിരെയുള്ള വിലക്ക് തുടങ്ങിയവയെക്കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 50. എലക്ഷൻ ആൻഡ് ടേംസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റീസ്. കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പിനെക്കുറിച്ചും കാലാവധിയെക്കുറിച്ചും പറയുന്ന റൂളാണ് റൂൾ 39. ചാർജ് ഓൺ ലാൻഡ് ഓൺഡ് ഓർ ഹെൽഡ് ബൈ മെമ്പേഴ്സ് ഓഫ് ബോറോയിങ് ലോൺസ് ഫ്രം സർട്ടൻ സൊസൈറ്റീസ്. ചില സൊസൈറ്റികളിൽ നിന്ന് വായ്പ എടുത്ത അംഗങ്ങളുടെ ഉടമസ്ഥതയിലുള്ളതോ കൈവശം വെച്ചതോ ആയ ഭൂമിയുടെ ചാർജ് റൂൾ 51. റെമ്യൂണറേഷൻ പേയബിൾ ടു ന്യൂ കമ്മിറ്റി, അഡ്മിനിസ്ട്രേറ്റർ ഓർ അഡ്മിനിസ്ട്രേറ്റഡ് അപ്പോയിൻറ്റഡ് ബൈ രജിസ്ട്രാർ. അതായത് ഒരു പുതിയ കമ്മിറ്റിക്കോ അഡ്മിനിസ്ട്രേറ്റർക്കോ അല്ലെങ്കിൽ രജിസ്ട്രാർ അപ്പോയിൻറ്റ് ചെയ്ത അഡ്മിനിസ്ട്രേറ്റർക്കോ കൊടുക്കേണ്ടതായിട്ടുള്ള പ്രതിഫലത്തെക്കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 40. പ്രൊസീജിയർ ഫോർ ക്രിയേഷൻ ഓഫ് ഗഹാൻ 51A. Procedure regarding the constitution of committees of new societies in the case of division of society. അതായത് ഒരു സൊസൈറ്റിയുടെ ഡിവിഷൻ കേസിൽ പുതിയ സൊസൈറ്റികളുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെക്കുറിച്ച് പറയുന്ന റൂളാണ്
റൂൾ 41. ഡിഡക്ഷൻ ഫ്രം സാലറി ഓർ വേജസ്, ശമ്പളത്തിൽ നിന്നോ കൂലിയിൽ നിന്നോ ഉള്ള കിഴിവ്, റൂൾ 52. Constitution and strength of committee of societies having individuals and the societies as members. ഒരു സൊസൈറ്റിയിലെ കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ചും സ്ട്രെങ്തിനെ കുറിച്ചും പറയുന്ന റൂളാണ് റൂള് 42. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഓപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, സഹകരണ വിദ്യാഭ്യാസ ഫണ്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 53. Election of President, Vice President, etc. by members of committee. കമ്മിറ്റിയിലെ അംഗങ്ങൾ മുഖേന പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂളാണ് റൂൾ 43. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോഓപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട്, കോഓപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട റൂളാണ് റൂൾ 53A. റിമൂവൽ ഓഫ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ബൈ നോൺ കോൺഫിഡൻസ് മോഷൻ, പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും അവിശ്വാസ പ്രമേയത്തിലൂടെ റിമൂവ് ചെയ്യുന്ന റൂളാണ് റൂൾ 43A. മാനർ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട്സ്, ഫണ്ടുകളുടെ നിക്ഷേപ രീതിയെക്കുറിച്ച് വ്യക്തമാക്കുന്ന റൂളാണ് റൂൾ 54. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പർഷിപ്പ് ഓഫ് കമ്മിറ്റി, കമ്മിറ്റിയിലെ മെമ്പർഷിപ്പിൻ്റെ അയോഗ്യതകളെക്കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 44. റെസ്ട്രിക്ഷൻസ് ഓൺ ബോറോയിങ്സ്, കടം വാങ്ങുന്നതിനുള്ള നിയന്ത്രണങ്ങൾ, റൂള് 55. ഡെലിഗേറ്റ് ഓഫ് സൊസൈറ്റീസ് ഇൻ ദ കമ്മിറ്റി ടു അനദർ സൊസൈറ്റി ടു ബി മെമ്പേഴ്സ് ഓഫ് ദ കമ്മിറ്റി, സൊസൈറ്റിയുടെ കമ്മിറ്റിയിലെ പ്രതിനിധികളെ മറ്റൊരു സൊസൈറ്റിയുടെ കമ്മിറ്റിയിലെ അംഗങ്ങളാക്കുന്നതുമായി ബന്ധപ്പെട്ട റൂളാണ് റൂൾ 44A. റെസ്ട്രിക്ഷൻസ് ഓൺ ഗ്രാൻറ്റ് ഓഫ് ലോൺസ്, വായ്പ അനുവദിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ, റൂള് 56. ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് എ മെമ്പർ ഓഫ് എ സൊസൈറ്റി ടു ബി എ ഡെലിഗേറ്റ് ഓഫ് അനദർ സൊസൈറ്റി, ഒരു സൊസൈറ്റിയിലെ ഒരംഗത്തെ മറ്റൊരു സൊസൈറ്റിയുടെ പ്രതിനിധിയാക്കാൻ അയോഗ്യരാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 45. ട്രാൻസാക്ഷൻസ് വിത്ത് നോൺ മെമ്പേഴ്സ്, അംഗങ്ങളല്ലാത്തവരുമായുള്ള ഇടപാടുകളെക്കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 57. ടേം ഓഫ് ഓഫീസ് ഓഫ് മെമ്പർ ഓഫ് കമ്മിറ്റി ഹൂ ഈസ് ദ ഡെലിഗേറ്റ് ഓഫ് അനദർ സൊസൈറ്റി, മറ്റൊരു സൊസൈറ്റിയുടെ പ്രതിനിധിയായ കമ്മിറ്റി അംഗത്തിൻ്റെ കാലാവധിയെക്കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 46. പ്രൊവിഡൻറ്റ് ഫണ്ട്, റൂൾ 58. കസ്റ്റഡി ഓഫ് ക്യാഷ്, സെക്യൂരിറ്റീസ്, റെക്കോർഡ്സ്, സെയിൽസ് എക്സെട്ര ഓഫ് എ സൊസൈറ്റി, പണം, സെക്യൂരിറ്റികൾ, രേഖകൾ, വിൽപ്പന മുതലായവയുടെ കസ്റ്റഡിയെക്കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 47. ഗ്രാറ്റുവിറ്റി, റൂൾ 59. പേയ്മെൻറ്റ് ഓഫ് ട്രാവലിംഗ് അലവൻസ്, ഡെയിലി അലവൻസ് ആൻഡ് സിറ്റിംഗ് ഫീസ് ടു ദ മെമ്പേഴ്സ് ഓഫ് സൊസൈറ്റീസ് ആൻഡ് ഓഫ് ദ കമ്മിറ്റി, സൊസൈറ്റികളിലെയും കമ്മിറ്റിയിലെയും അംഗങ്ങൾക്ക് യാത്രാ അലവൻസ്, ദിവസ അലവൻസ്, സിറ്റിംഗ് ഫീസ് എന്നിവ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റൂളാണ് റൂൾ 48. മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് റിസർവ് ഫണ്ട്, റിസർവ് ഫണ്ടിൻ്റെ നിക്ഷേപ രീതിയെക്കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 60. മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് ബൈ സൊസൈറ്റീസ്, സൊസൈറ്റികളിലെ ഫ്ലൂയിഡ് റിസോഴ്സസിൻ്റെ മെയിൻ്റനൻസിനെ കുറിച്ച് പറയുന്ന റൂളാണ് റൂള് 63. ഒബ്ജക്റ്റ് ഓഫ് എ റിസർവ് ഫണ്ട് ആൻഡ് എ ഡിസ്പോസൽ ദെയർ ഓഫ് ഓൺ വൈൻഡിങ് അപ്പ് ഓഫ് എ സൊസൈറ്റി, റിസർവ് ഫണ്ടിൻ്റെ ഒബ്ജക്റ്റും സൊസൈറ്റി വൈൻഡിങ് അപ്പ് ചെയ്യുന്ന സമയത്ത് റിസർവ് ഫണ്ട് എപ്രകാരമാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന റൂളാണ് റൂൾ 61. റൈറ്റ് ഓഫ് ബാഡ് ഡെബ്റ്റ്സ് ആൻഡ് ലോസസ്, കിട്ടാക്കടങ്ങളും നഷ്ടങ്ങളും എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട റൂളാണ് റൂൾ 62. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റൂളുകൾ. അടുത്തത് നമുക്ക് സെക്ഷൻസിലെ ചാപ്റ്റർ 7 ബന്ധപ്പെട്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വിച്ച് ഈസ് ദ സെക്ഷൻ ഡീൽസ് വിത്ത് ദ ഡിസ്പോസൽ ഓഫ് നെറ്റ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റിൻ്റെ ഡിസ്പോസലുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 56.
No part of funds other than dash of a society shall be paid by way of bonus or dividend. Answer: net profit. നെറ്റ് പ്രോഫിറ്റ് ഒഴികെയുള്ള സൊസൈറ്റിയുടെ യാതൊരു ഫണ്ടും ബോണസായോ ഡിവിഡൻഡായോ നൽകാനായിട്ട് പാടില്ല. ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഈസ് ട്രാൻസ്ഫർ ടു റിസർവ് ഫണ്ട്? നോട്ട് ലെസ് ദാൻ 50%. നെറ്റ് പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജാണ് റിസർവ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? നോട്ട് ലെസ് ദാൻ 50%. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് ഈസ് കെപ്റ്റ് ബൈ രജിസ്ട്രാർ. പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ഫണ്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ്? 5%. ചാരിറ്റബിൾ എൻഡോവ്മെൻറ്റ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1890. പേയ്മെൻറ്റ് ഓഫ് ബോണസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1965. How much percentage of net profit shall be transferred to cooperative education fund? നെറ്റ് പ്രോഫിറ്റിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? നോട്ട് എക്സീഡിങ് 5%. 5%ൽ കൂടാതെയുള്ളത്. മിനിമം എമൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിൻ്റെ മിനിമം തുകയാണ് 2000. മാക്സിമം എമൗണ്ട് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഈസ് 60,000. How much percentage of net profit shall be transferred to cooperative member relief fund? 10%. നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഡൊണേഷൻ എമൗണ്ട് ഫോർ എനി ചാരിറ്റബിൾ പർപ്പസ് ഈസ് നോട്ട് എക്സീഡിങ് 10% ഓഫ് നെറ്റ് പ്രോഫിറ്റ്. ഡൊണേഷനായിട്ട്, അതായത് ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ട് ഡൊണേഷനായിട്ടുള്ള എമൗണ്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% കൂടാനായിട്ട് പാടില്ല. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഷാൽ ബി മെയിൻറ്റെയിൻഡ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റഡ് ബൈ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതെല്ലാം ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനാണ്. മാക്സിമം എമൗണ്ട് ഓഫ് മെമ്പർ റിലീഫ് ഫണ്ട് 1 lakh. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സ്റ്റെബിലൈസേഷൻ ഫണ്ട് ഷാൽ ബി കെപ്റ്റ് ബൈ പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് ഷാൽ ബി റെമിറ്റഡ് ടു ക്രെഡിറ്റ് ഓഫ് കോപ്പറേറ്റീവ് ബാങ്ക് വിത്തിൻ ഡാഷ് മന്ത്സ് ഓൺ റിസീപ്റ്റ് ഓഫ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ആൻസർ 2. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ 2 മാസങ്ങൾക്കുള്ളിൽ സഹകരണ വിദ്യാഭ്യാസ ഫണ്ട് സഹകരണ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്തിരിക്കണം. ഇൻ കേസ് ഓഫ് ഫെയിലിയർ ഓഫ് റെമിറ്റൻസ് ഓഫ് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, ദ ചീഫ് എക്സിക്യൂട്ടീവ് ഷാൽ ബി ലയബിൾ ടു പേ പീനൽ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 8% പെർ ആനം. കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് പണമടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ചീഫ് എക്സിക്യൂട്ടീവിന് പ്രതിവർഷം 8% എന്ന നിരക്കിൽ പിഴപ്പലിശ നൽകാൻ ബാധ്യസ്ഥനായിരിക്കും. Who shall be liable to pay penal interest in a society in the case of failure of remittance of cooperative education fund? ചീഫ് എക്സിക്യൂട്ടീവ്. സഹകരണ വിദ്യാഭ്യാസ ഫണ്ട് അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ പിഴപ്പലിശ അടയ്ക്കാനായിട്ട് ബാധ്യസ്ഥനായിരിക്കുന്നത് ചീഫ് എക്സിക്യൂട്ടീവാണ്. Member relief fund shall be maintained and administered by registrar. The member relief fund shall be utilized as per the direction of a committee consisting of dash members. Answer 3. അതായത് 3 അംഗങ്ങളുള്ള കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മെമ്പർ റിലീഫ് ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നത്. In the case of failure of remittance of member relief fund, Chief Executive of the Society shall be liable to pay the penal interest at 6%. മെമ്പർ റിലീഫ് ഫണ്ട് അടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടാൽ സൊസൈറ്റിയുടെ ചീഫ് എക്സിക്യൂട്ടീവിന് 6% വരെ പിഴപ്പലിശ അടയ്ക്കാനായിട്ട് ബാധ്യതയുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോപ്പറേറ്റീവ് മെമ്പർ റിലീഫ് ഫണ്ട് ഡീൽസ് ഇൻ റൂൾ 53A. Committee constituted by the government for the administration of cooperative education fund consisting of dash members, not more than 5. അതായത്
കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് രൂപീകരിച്ച കമ്മിറ്റിയിൽ 5 അംഗങ്ങളിൽ കൂടാനായിട്ട് പാടില്ല. ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് 1955. The credit society with the limited liability shall grant loan for the period not exceeding dash months. അതായത് പരിമിതമായ ബാധ്യതയോട് കൂടിയുള്ള ഒരു ക്രെഡിറ്റ് സൊസൈറ്റി ലോൺ അനുവദിക്കുമ്പോൾ അതിൻ്റെ പരമാവധി കാലയളവ് എന്ന് പറയുന്നത് 120 മാസങ്ങളിൽ കൂടാനായിട്ട് പാടില്ല. ഗ്രാറ്റുവിറ്റി നോട്ട് എക്സീഡ് 15 months സാലറി, അതായത് ഗ്രാറ്റുവിറ്റി എന്ന് 15 മാസത്തെ ശമ്പളത്തിൽ കൂടാനായിട്ട് പാടില്ല. എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ആക്ട് 1952, പേയ്മെൻറ്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972, പർപ്പസ് ഓഫ് കോമൺ ഗുഡ് ഫണ്ട്, ചാരിറ്റബിൾ പർപ്പസ്. മിനിമം ലിക്വിഡ് കവർ ഷാൽ ബി -% ഓഫ് ഇറ്റ്സ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് 20. അതായത് ഡിമാൻഡിൻ്റെയും ടൈം ലയബിലിറ്റീസിൻ്റെയും 20% മിനിമം ലിക്വിഡ് കവർ എന്ന് പറയുന്നത്. ഹൗ മച്ച് പെർസെൻറ്റേജ് ഓഫ് മാർക്കറ്റ് വാല്യൂ ഓഫ് ഗവൺമെൻറ് സെക്യൂരിറ്റി ഷാൽ ബി ട്രീറ്റഡ് ആസ് ലിക്വിഡ് കവർ 90%. അതായത് ഗവൺമെൻറ് സെക്യൂരിറ്റികളുടെ മാർക്കറ്റ് മൂല്യത്തിൻ്റെ 90% ലിക്വിഡ് കവറായിട്ട് കണക്കാക്കുന്നത്. How much percentage of market value of debentures, fixed deposit in treasury, small savings, bhadrata shall be treated as liquid cover 80%. ഡിബഞ്ചേഴ്സിൻ്റെ മാർക്കറ്റ് വാല്യൂവിൻ്റെയും ട്രഷറിയിലെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെയും ഭദ്രത എന്ന സ്മോൾ സേവിങ്സിൻ്റെയും എത്ര പെർസെൻറ്റേജാണ് ലിക്വിഡ് കവറായിട്ട് കണക്കാക്കുന്നത്? 80%. The authority competent to write off bad debts in a cooperative society. ഒരു സഹകരണ സംഘത്തിലെ കിട്ടാക്കടങ്ങൾ എഴുതി തള്ളാൻ അധികാരപ്പെട്ടിട്ടുള്ളത് ആരാണ്? ജനറൽ ബോഡി. ഫ്ലൂയിഡ് റിസോഴ്സസ് ആർ കെപ്റ്റ് ബൈ all the societies with a limited liability which accept deposit. നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്ന ലിമിറ്റഡ് ലയബിലിറ്റിയോട് കൂടിയുള്ള എല്ലാ സൊസൈറ്റികൾക്കും ഫ്ലൂയിഡ് റിസോഴ്സുകൾ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. Urban Cooperative Bank shall maintain fluid resources as per Section 24 of the BR Act. Object of reserve fund and the disposal thereof on the winding up of a society is specified in Rule 61. വൈൻഡിങ് അപ്പ് സമയത്ത് ഒരു സൊസൈറ്റിയുടെ വൈൻഡിങ് അപ്പ് സമയത്ത് റിസർവ് ഫണ്ട് ഡിസ്പോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന റൂളാണ് റൂൾ 61. The object of reserve fund is to meet unforeseen losses. റിസർവ് ഫണ്ടിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ടുള്ള നഷ്ടങ്ങൾ നികത്തുക എന്നതാണ്. With the prior sanction of the society can utilize the reserve under in full or in part in the business. Answer: ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ മുൻകൂറായിട്ടുള്ള അനുവാദത്തോടു കൂടി സൊസൈറ്റികൾക്ക് റിസർവ് ഫണ്ട് ഭാഗികമായോ അല്ലെങ്കിൽ മുഴുവനായോ ബിസിനസ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് കഴിയും. With the prior sanction of dash, society can utilize 50% of the reserve fund. രജിസ്ട്രാർ. രജിസ്ട്രാറിൻ്റെ മുൻകൂട്ടിയുള്ള അനുവാദത്തോടു കൂടി റിസർവ് ഫണ്ടിൻ്റെ 50% സൊസൈറ്റികൾക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. Which section deals with the gratuity? Section 62. Gratuity deals in Rule 59. In the case of contributory provident fund, an employee must contribute not less than 8.33% of the pay. കോൺട്രിബ്യൂട്ടറി പ്രൊവിഡൻറ്റ് ഫണ്ടിൻ്റെ കാര്യത്തിൽ ഒരു ജീവനക്കാരൻ ശമ്പളത്തിൻ്റെ കുറഞ്ഞത് 8.33% സംഭാവന നൽകണം. മാക്സിമം ലെൻഡിംഗ് ലിമിറ്റ് ഓഫ് എ ക്രെഡിറ്റ് സൊസൈറ്റി ഈസ് ഫിക്സഡ് ബൈ രജിസ്ട്രാർ. ഒരു സൊസൈറ്റിയുടെ പരമാവധി വായ്പാ പരിധി നിശ്ചയിക്കുന്നത് രജിസ്ട്രാറാണ്. സൊസൈറ്റി മേ ഡിസ്പോസ് ദർ ഇമൂവബിൾ പ്രോപ്പർട്ടി വിത്തൗട്ട് ദ സാങ്ഷൻ ഓഫ് രജിസ്ട്രാർ ഓർ ഓഫ് ദ ജനറൽ ബോഡി. അതായത് രജിസ്ട്രാറിൻ്റെയോ ജനറൽ ബോഡിയുടെയോ അനുവാദമില്ലാതെ ഏതു സൊസൈറ്റികൾക്കാണ് അവരുടെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്യാനായിട്ട് അനുവാദമുള്ളത്? ആൻസർ: ഹൗസിംഗ് സൊസൈറ്റികൾക്ക്. Who can frame cooperative welfare development scheme? Answer:
ഗവൺമെൻറ്റിനാണ് കോപ്പറേറ്റീവ് വെൽഫെയർ ഡെവലപ്മെൻറ്റ് സ്കീം രൂപീകരിക്കാനായിട്ട് അനുവാദമുള്ളത്. കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെൽഫെയർ ഫണ്ട് ഷാൽ ബി യൂട്ടിലൈസ്ഡ് ഫോർ പേയ്മെൻറ്റ് ഓഫ് ലോൺസ്, ഗ്രാൻസ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് ഇൻ സൊസൈറ്റീസ്. വായ്പകൾ, ഗ്രാൻറ്റുകൾ, സൊസൈറ്റികളിലെ വികസന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായിട്ട് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെൽഫെയർ ഫണ്ട് സൊസൈറ്റികൾക്ക് യൂസ് ചെയ്യാം. ഡെപ്പോസിറ്റ് ഗ്യാരണ്ടി സ്കീം വാസ് ഫ്രെയിംഡ് ബൈ ഗവൺമെൻറ്. എ സൊസൈറ്റി ഷാൽ മേക്ക് ലോൺ ഓൺലി ടു മെമ്പർ. അംഗങ്ങൾക്ക് മാത്രമേ സൊസൈറ്റി വായ്പ നൽകാനായിട്ട് പാടുള്ളൂ. The amount of freely given by the employer at the time of retirement or death of any of an employee is called gratuity. ഒരു ജീവനക്കാരൻ വിരമിക്കുമ്പോഴോ മരിക്കുമ്പോഴോ തൊഴിലുടമ സൗജന്യമായി നൽകുന്ന തുകയെയാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ഫണ്ട് നോട്ട് ടു ബി ഡിവൈഡഡ് മീൻസ് except the net profit, the fund of a cooperative society shall not be paid as bonus or dividend or otherwise distributed to members. നെറ്റ് പ്രോഫിറ്റ് ഒഴികെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഫണ്ടുകൾ ബോണസായോ ഡിവിഡൻഡായോ അംഗങ്ങൾക്ക് വിതരണം ചെയ്യാനായിട്ട് പാടില്ല എന്നതാണ് ഫണ്ട് നോട്ട് ടു ബി ഡിവൈഡഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സെക്ഷൻ 57A ഡിഫൈൻസ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് വെൽഫെയർ ഫണ്ട്. 57D defines cooperative risk fund scheme. 57B defines deposit guarantee scheme. Minimum qualifying service required for an employee in a cooperative society to receive the family pension is 10 years. അതായത് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ എംപ്ലോയിക്ക് ഫാമിലി പെൻഷൻ സ്വീകരിക്കണമെങ്കിൽ അദ്ദേഹത്തിന് കുറഞ്ഞത് 10 വർഷത്തെ സർവീസെങ്കിലും ഉണ്ടായിരിക്കണം. The amount of contribution to cooperative education fund in the case of Apex Federation or bank working in loss. നഷ്ടത്തിൽ പ്രവർത്തിക്കുന്ന അപ്പെക്സ് ഫെഡറേഷൻ്റെയോ അല്ലെങ്കിൽ ബാങ്കിൻ്റെയോ കാര്യത്തിൽ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ടിലേക്കുള്ള സംഭാവനയുടെ തുക എന്ന് പറയുന്നത് 5000 ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. താങ്ക് യു.